എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇത്ര ദിവസവും പറയാത്ത ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വരും. അപ്പോൾ എടുത്ത് കാണാൻ സൗകര്യം ഉണ്ടാവും. ഇന്ന് നമ്മൾ 13, 14 ശ്ലോകങ്ങളാണ് നോക്കുന്നത്. 13ാമത്തെ ശ്ലോകം മാലിന്യ വൃത്തത്തിലും 14ാമത്തേത് വസന്തതിലകത്തിലുമാണ്. 13ാമത്തെ ശ്ലോകം ചൊല്ലാം. പ്രണയപരിണതാഭ്യാം പ്രാഭവാലംബനാഭ്യാം പ്രതിപദലളിതാഭ്യാം പ്രത്യുഹം നൂതനാഭ്യാം പ്രതിമുഹുരധികാഭ്യാം പ്രസ്നുവല്ലോചനാഭ്യാം പ്രഭവതു ഹൃദയേന പ്രാണനാഥ കിശോര. ആശ്രിതന്മാരോടുള്ള പ്രണയം കൊണ്ട് പദം വന്നത്, അല്ലെങ്കിൽ ഭക്തന്മാരെ സ്നേഹിച്ച് പദം വന്ന ഹൃദയമാണത്രേ ഭഗവാന്റേത്. അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സൗന്ദര്യത്തിന് ഉടമയാണ് ഭഗവാൻ. അത് നമുക്ക് ആദ്യം മുതൽ തന്നെ സ്വാമിയാർ പറയണതാണല്ലേ. ഭഗവാന്റെ സൗന്ദര്യം ഇങ്ങനെ വർണ്ണിക്കുക തന്നെയാണ് സ്വാമിയാർ ദിവസവുമുള്ള ശ്ലോകത്തിൽ നമ്മൾ ഭഗവാന്റെ സൗന്ദര്യത്തിനെ പറ്റി തന്നെയാണ് പറയണത്. ഇപ്പോഴും ഈ ശ്ലോകത്തിലും എന്തൊക്കെയാണ് പറയണതെന്ന് നോക്കാം. അടിക്കടി വർദ്ധിക്കുന്നതാണത്രേ ഭഗവാന്റെ സൗന്ദര്യം. പിന്നെ ദിവസം പ്രതി പുതിയതായിക്കൊണ്ടിരിക്കുകയാണത്രേ ഭഗവാന്റെ രൂപം, എന്നും പുതിയതായിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഭക്തന്മാർക്ക് ഇനി എന്താഗ്രഹമാണ് സാധിപ്പിച്ചു കൊടുക്കാനുള്ളത് എന്നുള്ള ചിന്ത കൊണ്ട് ഉത്കണ്ഠയാണത്രേ എപ്പോഴും ഭഗവാന്. അവരുടെ ആഗ്രഹങ്ങളെ 1ന് 10 വീതം സഫലങ്ങളാക്കി കൊടുക്കൂത്രേ. അത് നമുക്ക് അറിയാലോ. 1 ചോദിച്ചാൽ 10 കൊടുക്കും ഭഗവാൻ. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളെ 1ന് 10 വീതം സഫലങ്ങളാക്കുന്ന അതിന് എപ്പോഴും ജാഗരൂകമാണ് ഭഗവാൻ. അല്ലെങ്കിൽ ഭഗവാന്റെ കണ്ണുകൾ, അങ്ങനെയുള്ള കണ്ണുകളാണ് ഭഗവാന്റേത് എന്നാണ് സ്വാമിയാർ പറയണത്. ഭഗവാന്റെ കണ്ണുകൾ എപ്പോഴും ഭക്തന്മാരെ കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. കഴിഞ്ഞ ഒരു ശ്ലോകത്തിലും പറഞ്ഞു, ആരാ ഒരു സങ്കടം പറയാൻ വരുന്നത് എന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഈ ഭഗവാൻ എൻ്റെ മനസ്സിൽ പരിപൂർണമായി വിളങ്ങട്ടെ. എപ്പോഴും ഭക്തന്മാരെ കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ രൂപം എൻ്റെ മനസ്സിലും വിളങ്ങട്ടെ എന്നാണ് സ്വാമിയാരുടെ പ്രാർത്ഥന. നമുക്കതിൻ്റെ പരിഭാഷ നോക്കാം. പ്രിയത പരിണമിപ്പിക്കുന്ന സൗന്ദര്യതാരം പുതുമയെളിമയെല്ലാം മെല്ലെ മെല്ലെയുണർത്തും മിനുമിനയൊളിചിന്നും കണ്ണുകൾ ബാലരൂപം നിറവിൽ നിറയണം മൽഹൃത്തിൽ ജീവാധിനാഥം. പ്രാണനാഥനാണ് എന്ന് വെച്ചാൽ പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ്റെ നാഥനാണ് ഭഗവാൻ. ഭഗവാന്റെ ചൈതന്യമാണ് നമ്മുടെ ജീവനിൽ തുടിക്കണത്. ആ ചൈതന്യം പോയാൽ പിന്നെ ജീവൻ എന്ന് പറയണതില്ല, അല്ലേ? അതാണ് പ്രാണനാഥൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് ജീവനാഥൻ. ആ ജീവനാഥൻ അല്ലെങ്കിൽ പ്രാണനാഥൻ നമ്മുടെ മനസ്സിലെങ്ങനെ എപ്പോഴും തെളിഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം. മാധുര്യവാരിധി മദാന്ധതരംഗഭംഗീ ശൃംഗാരസങ്കലിതശീതകിശോരവേഷം ആമന്ദഹാസലളിതാനന ചന്ദ്രബിംബമാനന്ദസംപ്ലവമനുപ്ലവതാം മനോമേ.
മാധുര്യമാകുന്ന സമുദ്രത്തിൽ ഉണ്ടായതും ഗർവം കൊണ്ട് അന്ധമായി തീർന്നതുമായ തരംഗ പരമ്പരകൾ, അങ്ങനെയുള്ള തരംഗ പരമ്പരകളോട് സാമ്യമുള്ള ശൃംഗാര ചേഷ്ടകളോട് കൂടിയവനാണത്രേ ഭഗവാൻ. എന്നുവെച്ചാൽ തിരമാലകൾക്ക് എപ്പോഴും ഒരു ഗാംഭീര്യം ഉണ്ടല്ലോ. കടൽ തീരത്ത് നമ്മൾ പോയി നിന്ന് നോക്കിയാൽ എന്തൊരു ഗാംഭീര്യമാണ് അല്ലേ. കടലിലെ തിരമാലയ്ക്കും ഇങ്ങനെ മാലയായി ഇങ്ങനെ വന്ന് തീരത്ത് വന്ന് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കുറച്ചൊന്നല്ല അല്ലേ. ഇത് മാധുര്യ സമുദ്രത്തിലെ തിരമാലയാണ്. ഗാംഭീര്യം കൊണ്ട് അന്ധമായ തരംഗമാലയോട് സാമ്യമുള്ള ചേഷ്ട എന്നാണ് സ്വാമിയാർ പറയണത്. സ്വാമിയാരുടെ ഭാവനയുടെ സൗന്ദര്യവും കൂടി നമ്മളിന്ന് ഈ ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്തൊരു നല്ല ഭാവനയാണ്, എന്തൊരു ഭംഗിയാണ് ആ ഭാവനയ്ക്ക്. അതും നമ്മളൊന്നിങ്ങനെ ചിന്തിക്കണം അത് കേൾക്കുമ്പോൾ. പിന്നെ ഭക്തന്മാർക്ക് ശീതളിമ പകരുന്ന ശിശുരൂപത്തെ പൂണ്ടവനാണ് ഭഗവാൻ. ഉണ്ണികൃഷ്ണനെ കണ്ടാൽ എന്തൊരു കണ്ണിന് തണുപ്പ്, കണ്ണിന് ഒരു ശീതളിമ തോന്നും അല്ലേ. ഒരു സമാധാനം, ആശ്വാസമൊക്കെ മനസ്സിനും തോന്നും ആ രൂപം ഒന്നിങ്ങനെ കാണുമ്പോൾ. പിന്നെ മന്ദസ്മിതത്താൽ ലളിതമായ മുഖചന്ദ്രനോട് കൂടിയവൻ. മുഖമാകുന്ന ചന്ദ്രൻ, മുഖത്തിനെ ചന്ദ്രനോടാണ് ഉപമിച്ചിരിക്കുന്നത്. മുഖമാകുന്ന ചന്ദ്രനിൽ നിന്ന് പൊഴിയുന്ന മന്ദസ്മിതമാകുന്ന നിലാവ്, അതൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു ഉപമ, മുഖം ചന്ദ്രനെ പോലെയും മന്ദസ്മിതം നിലാവും. അങ്ങനെ ആ മന്ദസ്മിതം കൊണ്ട് ശോഭിക്കുന്നവൻ, അങ്ങനെ ആ മുഖമാകുന്ന ചന്ദ്രൻ്റെ നിലാവായ മന്ദസ്മിതം കൊണ്ട് ശോഭിക്കുന്നവനും ആനന്ദത്തിൻ്റെ വിളനിലവും ആണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ ആ തിരുവടികളെ എൻ്റെ മനസ്സ് എപ്പോഴും പിന്തുടർന്നുകൊണ്ടേയിരിക്കട്ടെ എന്നാണ് സ്വാമിയാർ ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ പരിഭാഷ നോക്കാം. മാധുര്യമാമുദധിതൻ്റെ തരംഗഭംഗി മോഹാന്ധമാക്കുമതിസുന്ദര നന്ദബാലൻ തൂമന്ദഹാസസഹിതം മുഖചന്ദ്രബിംബം ആനന്ദവീജി അനുവേലമുയർത്തി ചിത്തേ. ഈ ശ്ലോകം വസന്തതിലകത്തിലാണ്. അടുത്ത ശ്ലോകവുമായി അടുത്ത ദിവസം വരാം. അതുവരെ നമസ്കാരം എല്ലാവർക്കും. നന്ദി, നമസ്കാരം.